ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോകുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനും അക്കിയും കൂടിയും കോഴിക്കോട് ബീച്ചിൽ പോയിനല്ലോ. അപ്പോൾ അതിൻ്റെ പരിഭവമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പോകുകയാണ്. മാത്രമല്ല കേട്ടോ, കുറേ ആയിട്ട് എല്ലാവരും പറയണതാണ് എവിടേക്കെങ്കിലും പോകണമെന്ന്. അന്നൊക്കെ ഞാൻ പറഞ്ഞു പെരപ്പണി തീരട്ടെ, കുടിയിരുന്നിട്ട് പോകാൻ. അങ്ങനെ കുടിയിരുന്ന് നോക്കുമ്പോൾ നമ്മൾ പോണത് വെറും ഹോസ്പിറ്റലിലേക്ക് മാത്രമായിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ റാഹത്തായി അൽഹംദുലില്ലാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി ഒന്നും ഇല്ലാതെക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് യാത്ര പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ ഉടുക്കാൻ പോകണം. നമ്മളിപ്പോൾ വാണിയമ്പല സ്റ്റേഷനിലുണ്ട്. നമ്മൾ ഉടുക്കാൻ പോണത് എല്ലാവർക്കും നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണല്ലേ അപ്പോൾ നമ്മളെ ജിനുമോള് സർപ്രൈസായിട്ട് പറയാൻ കേട്ടോ, എവിടേക്കാ പോകണമെന്നില്ലാതെ സ്ഥലം പറയാതെ പറഞ്ഞു തരികയാണ്. അപ്പോഴാണ് നമ്മളെ മോൾട്ടി അതിൻ്റെ അടിയിൽ കൂടി എറണാകുളം എന്നറിയണേ. അപ്പോൾ നമ്മളെ തൂര് ഈ ഒരു സമയത്ത് എന്താ പറയുക, സ്റ്റേഷനിൽ നിർത്തൂല കേട്ടോ വണ്ടി. പുതിയൊരു വണ്ടി ഇറങ്ങിയിരിക്കണമല്ലോ, മേമു പറഞ്ഞിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പോകണം കേട്ടോ. 3:17 വാണിയമ്പലത്ത് അത് എത്തുക. തൂര് സ്റ്റേഷനില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിമ്മേ വാണിയമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുട്ടികളും ഒക്കെ പോണ ഊറ്റം കൊണ്ട് നേരത്തെ നീച്ചിക്കണം കേട്ടോ. 3:17 ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 2 മണിക്കൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ 1 മണിക്കൂർ 20 മിനിറ്റ് ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. പക്ഷേ ഒരുപാട് സമയം നിൽക്കണ പോലെ തോന്നിയില്ല കേട്ടോ, പെട്ടെന്നായി. അപ്പോൾ അതാ നമ്മൾ ട്രെയിന് വന്ന് കയറി. അപ്പോൾ നമ്മളെ ബോഗിയിൽ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊന്നല്ല മക്കളൊക്കെ ടോക്കാണ്. ഇന്നെ കണ്ടു വീഡിയോ 7K. നമ്മളവിടെ ഇരുന്നിട്ട് ആർത്താൻ പറയുന്ന ട്രെയിനിലാട്ടോ. ഇത് ഞമ്മക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രെയിനാണ്. കണ്ടില്ലേ, ഒരു മനസ്സുള്ള ട്രെയിൻ. ഞങ്ങൾ രാവിലെ 3:17 ട്രെയിന് വാണിയമ്പലത്തിൽ നിന്ന് കയറിയിട്ടാണ് കേട്ടോ. മേമു ഇത് പുതിയ ഇറങ്ങിയ ട്രെയിനാട്ടോ. മേമു ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഷൊർണൂരിൽ കയറുമ്പോൾ എന്നാ വട്ടെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. ഞങ്ങൾ പോകണം. അപ്പം എല്ലാവരും ട്രെയിനിൽ ഭയങ്കര തിരക്കാണ്, സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആകെ പേടിച്ചിട്ടുണ്ടോ, ചെറിയ ഇടുവോ എന്നൊക്കെ. അപ്പം ഏതായാലും ഇപ്പോൾ കുഴപ്പമില്ല. നീ ഷൊർണൂരിൽ കയറുന്നില്ലും കൂടി സീറ്റ് കിട്ടിയാൽ കഴിച്ചില്ലായിരുന്നു. എല്ലാവർക്കും കാലെക്കാൻ സ്ഥലമില്ലായിട്ട് കാലച്ചു നോക്കി ഇതെന്താ വിളിച്ചത്. ഇരുട്ടാണ് കേട്ടോ, നേരം വിളിച്ചിട്ടില്ല. നേരം വിളിക്കാം. 3:30 നമ്മൾ 1 മണിക്ക് നീച്ചിക്കണം. എല്ലാവരും ഉറങ്ങണത് 1 മണിക്ക് നീച്ച് പോന്നിക്കണില്ലേ. ഞങ്ങളിവിടെ 2 ജിനുമോള് ഉറങ്ങല തുടങ്ങി. ജിനുമോള് ഇനി കുറച്ച് നേരത്തിന് ഉറക്കും. കഴിഞ്ഞിട്ട് രാവിലെ ഇത് നീച്ചിട്ടാണ് ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഷൊർണൂർ 4:15 കേട്ടോ നമ്മൾ പോകുന്ന 4:15 ഷൊർണൂർ എത്തിയത് നമ്മൾ പോകുന്ന വണ്ടി. പിന്നെ 4:30 തന്നെ ഇവിടുന്ന് നേരിട്ട് കാണ്ട് എറണാകുളത്തേക്ക് ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 7:30 ആകുമ്പോൾ ഇത് എറണാകുളത്ത് എത്തും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് പോന്നാൽ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് നേരം വെളുക്കണ ഒരു സമയത്ത് എറണാകുളം എത്തിയാൽ അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ കണ്ടുകാണ്ട് അങ്ങനെ പോരാം. അപ്പോൾ ഷൊർണൂർ റെയിൽവേയിൽ ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. വലിയ തിരക്ക് എന്ന് പറഞ്ഞാൽ ആളെന്നെ അല്ലാന്ന മാതിരിയാണ്. കുറച്ചുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ വന്ന ആ ഒരു മെമു ആണ് കേട്ടോ, അപ്പുറത്താ കിടക്കുന്ന ആ ഒരു ട്രെയിന് നേരിട്ട് കണ്ണൂർക്കാണ് പോണത്. നമ്മളെ നിലമ്പൂരിൽ നിന്ന് കണ്ണൂർക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 7:30 ആകുമ്പോഴാണ് അവിടെ എത്തുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, അങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. എല്ലാവരും സ്റ്റാറ്റസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ അങ്ങനെ പൂതിയാവും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എച്ചന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ. മാനസികമായിട്ട് നമുക്കൊരു മടുപ്പ് വന്നിരുന്നു. ഹോസ്പിറ്റലും അവിടെ അഡ്മിറ്റും അങ്ങനെയൊക്കെ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് നമ്മളെ മനസ്സൊന്ന് റീഫ്രഷ് ആകാനൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ ഒന്ന് നമുക്ക് നല്ലതാണല്ലോ, കുട്ടികൾക്കായാലും ഒക്കെ അല്ലേ. പിന്നെ അക്കീംക്കാക്കായാലും പണിയും അതിൻ്റെ ടെൻഷനും അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു
റിലാക്സ് ആവാനൊക്കെ. പക്ഷേ ട്രെയിനിൽ ഇങ്ങനെ ദൂരയാത്ര എന്ന് പറയുന്നത് ഇത്രയും റിസ്ക് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങോട്ടൊരു 4 മണിക്കൂർ ഇങ്ങോട്ട് 4 മണിക്കൂറും ഏകദേശം 8 മണിക്കൂറിനോളം കൂടുതൽ യാത്ര നമുക്ക് വേണ്ടി വന്നിക്കണ്. അപ്പം നമുക്ക് എന്താ പറയുക ചടക്കാണ് കേട്ടോ. അതുപോലെ അങ്ങോട്ട് പിന്നെ നമ്മൾ പോകാൻ ഒരു സന്തോഷത്തിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് നല്ലോണം കുഴങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാനും ഒക്കെ എറണാകുളം കണ്ടിട്ട് കുറേ അയക്കണം കേട്ടോ. എനിക്കൊന്ന് മോൾട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ജിനു ചെറിയ കുട്ടിയാകുന്ന സമയത്താണ് എറണാകുളത്ത് വന്നിന്. അന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതിന് കേട്ടോ, ഞാൻ അക്കിമിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ട്. അത് പിന്നെ നമുക്ക് വരാൻ തോന്നില്ല, കാരണം സാലറി കുറവായിരുന്നു. പിന്നെ ഇത്രയും ദൂരം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നോന്നില്ല. അന്ന് ഈ ലുലുമാളൊക്കെ കണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അക്കിമിക്ക് കുട്ടികൾ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മോൾട്ടിനെ പ്രസവിച്ചടക്കുന്ന സമയത്തിട്ട് ജിനുവിനായിട്ട് ഓല അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് പോരുന്നത്. പോരാൻ പൂതിയുണ്ട്. ഈ ഒരു യാത്രൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സമയം അങ്ങോട്ട് ആയി കിട്ടലില്ല. പൈസ അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്താ പറയുക ബഡ്ജറ്റും ആണല്ലോ ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് റെഡിയാക്കുമ്പോഴത്തേന് ആരോഗ്യപരമായ പ്രശ്നങ്ങളേക്കാരം, അത് റെഡിയാക്കുമ്പോഴത്തേന് ഇതേക്കാരം. പണ്ടില്ലൊരു ഐസ് ഉണ്ടാവും പൈസ ഉണ്ടാവില്ല, പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവില്ല, ഐസും പൈസ ഉണ്ടാവും സ്കൂൾ ഉണ്ടാവില്ല പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥ അറിഞ്ഞില്ലേ. അപ്പോൾ ഏതായാലും ഇത് ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിട്ടോ. നമ്മൾ എന്താ പറയുക എറണാകുളമൊക്കെ ഏകദേശം എത്താനായപ്പോഴത്തേന് 7:30 അവിടെ എത്തുക. അപ്പോഴത്തേന് ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിട്ടോ. സാധാരണ അന്നൊക്കെ ഞങ്ങൾ പോകുന്നത് 7:30 വണ്ടിക്കേനും. അന്ന് നല്ല തിരക്കിയ കാരം. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഒരുവിധം സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാനൊരു ടൈം നമുക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എറണാകുളത്ത് ഞങ്ങൾ പോണ സമയത്ത് തന്നെ ഏതൊക്കെ കാണാം അങ്ങനെ അതൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതാ ട്രെയിനിൽ ജിനു മോൾട്ടി ഭയങ്കര കളിയാണ്. കുറേ ബോറടി അതുകൊണ്ട് അങ്ങനെയും മാറും. മറ്റേതെന്താ മുണ്ടാതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഏറെ ഒരു ബോറടിയാണല്ലോ അല്ലേ. ഇതൊടുക്കണേ എത്തിക്കിട്ടണമല്ലോ. പിന്നെ മെമുവിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ആ ഒരു ജനലൊക്കെ കണ്ടില്ലേ, നമുക്ക് സാധാരണ ഉണ്ടായിരുന്ന ആ ട്രെയിനിൻ്റെ ആ ഒരു വിൻഡോ അല്ല. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാറ്റും കുറച്ചും കൂടി പുറത്തേക്ക് കാഴ്ചകളൊക്കെ ഒന്നും കൂടി കാണാം അല്ലേ. പക്ഷെ ഇതിൽ നമുക്ക് അത്ര ഇതില്ല കേട്ടോ. പക്ഷെ അത് നല്ല സേഫാണ്. കുട്ടികൾ അപ്പുറത്തേക്ക് വീഴും കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേത് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലേ ചില എമർജൻസി എക്സിറ്റിൻ്റെ ഒക്കെ അവിടെ കമ്പി പോലും ഇല്ലാത്തൊരു ഇതാണല്ലോ ഉണ്ടാവുക. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. ആൾക്കാരൊന്നുമില്ല. പിന്നെ അതിൽ നമ്മൾ സാധാരണ ട്രെയിനിൽ ഒരു ഭാഗത്ത് ഒറ്റ സീറ്റും മറ്റേ ഭാഗത്ത് കുറച്ച് നീണ്ട സീറ്റുമാണ്. പക്ഷെ ഇതിൻ്റെ 2 ഭാഗത്തും ഒരേപോലത്തെ വലിപ്പത്തിലുള്ള സീറ്റാട്ടോ. നമുക്ക് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ 3 ആൾക്ക് സുഖമായിട്ട് ഒരു സീറ്റിലിരിക്കുക. അങ്ങനെ 3 ആറും 12 ആൾക്ക് ഒരു ഇതിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഡോറും തന്നെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. മറ്റേത് നമുക്കിങ്ങനെ തുറന്ന് വെച്ചാൽ ഇങ്ങനെ ചാരി നിൽക്കല്ലേ. ഇത് പക്ഷേ ഫുള്ളായിട്ട് ഓപ്പൺ ആയ രീതിയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. അപ്പോൾ മോൾട്ടിക്ക് ഭയങ്കര ബുദ്ധി. നമുക്ക് എക്സിലേറ്ററിൽ കയറി ഇറങ്ങാണ്ട് നേരെ അതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് എത്തും വേണമല്ലോ, സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തും വേണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ എസ്കലേറ്ററിൽ കയറിങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. ഇതൊരു കണക്കിന് ഭയങ്കര സുഖമല്ലേ. അപ്പോൾ നമ്മളെ ഈ ഒരു എന്താ പറയുക നമ്മളെ ചെറിയ സ്റ്റേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രായമായവർക്കും ഒക്കെ രോഗമുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു ഇത് കയറാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചാൻ ഇറങ്ങി. ജിനു വലിയ ആളെയും കണ്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ടോ വാങ്ങിക്കുന്നത്. ഇങ്ങോട്ട് പിന്നെ 30 പറ്റിയിട്ടില്ല, ടേസ്റ്റില്ലായിട്ട്. അങ്ങനെ ഞാനും അക്കിനിക്ക് മോൾട്ടിയും നൂൽപുട്ട് വാങ്ങി മുട്ടക്കറിയും വാങ്ങിട്ടോ. പക്ഷെ അടിപൊളി മുട്ടക്കറി ഇട്ടാൽ ഒരു ചിക്കൻ കറീൻ്റെ ഒക്കെ ടേസ്റ്റിൽ നല്ലൊരു മുട്ടക്കറി. പിന്നെ അവസാനം ഓളം അത് തിന്നുട്ടോ, നൂൽപുട്ടും മുട്ടക്കറിയും തിന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ നമ്മൾ മെട്രോയിൽ കയറാൻ കേട്ടോ പോണത്. മെട്രോയിൽ ഒരാൾക്ക് ഒരു തവണ കയറാൻ 50 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട്. അപ്പോൾ അക്കിൻക്കാണ് ഒറ്റ കാർഡ് എടുക്കുക. അപ്പോൾ ഒരു കാർഡിന് 125 രൂപ കേട്ടോ. അതുകൊണ്ട് നമുക്ക് 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആൾക്ക് എടുത്ത് 500 രൂപ കേട്ടോ. ഒരാൾക്ക് 125, അങ്ങനെ 4 ആൾക്ക് 500 രൂപയായി. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ ആ ഒരു ഇതിലിട്ട് വന്ന് ആ കാർഡ് ഇതാക്കി ഓപ്പണായി അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. മോൾട്ടിക്കൊക്കെ ഒരു രസം കേട്ടോ. 4 ആൾക്ക് 4 കാർഡ് കിട്ടി. അപ്പോൾ ആ കാർഡ് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ഇത് ഡോറ് തുറക്കുമ്പോഴേ അതൊക്കെ എല്ലാം ഇഷ്ടമായിക്കണം. അപ്പോൾ നമ്മളങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി എന്താ പറയുക മേലെയാണല്ലോ മെട്രോ. ഞാനും മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ. മെട്രോ ഒക്കെ വരുന്നതിൻ്റെ മുന്നെയാണ് ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നത്. മോൾട്ടി അവളെ പിടിച്ചാനായിക്കൂല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കയറിക്കൊണ്ട് പറഞ്ഞാണ് 37 ബാക്കൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓക്ക് ഒറ്റയ്ക്ക് കയറാം. പക്ഷെ ഓക്ക് ബൈക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് കയറാനായാലും ഇറങ്ങാനായാലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ മെട്രോൻ്റെ ആ ഒരു സ്റ്റേഷനിൽ മുകൾക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പോണത് തൃപ്പൂണിത്തറയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മെട്രോ വരുന്നുണ്ട്.
ഞാൻ ഇത് നമ്മളെ സാധാ ട്രെയിൻ പോലെ നല്ല നീളം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത്രയ്ക്കില്ലല്ലേ. ഞാനും ഇപ്പോഴാണ് മെട്രോ നേരിട്ട് കാണുന്നത് കേട്ടോ. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്ക് അതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ തൃപ്പൂണിത്തറ നമ്മൾ പോണത് ഫസ്റ്റ് ഹിൽ പാലസ്ക്കാണ് കേട്ടോ. എന്താ നമ്മളെ മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്ത ഹിൽ പാലസ്, അത് വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടിരിക്കണം. അപ്പോൾ കാണാനൊരു പൂതി കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ വീടുകൾ, പഴയ വീടുകൾ, അതുപോലെ തന്നെ പ്രകൃതി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം. കുട്ടികൾക്കാണെങ്കിൽ പാർക്ക് എവിടെ ഉണ്ടോക്കിയാണ്ടാണ് ഓല് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന ട്രെയിൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ വരുന്നതാണ് കേട്ടോ. അധികം സമയമൊന്നും നിൽക്കേണ്ടപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഇതിൽ പിന്നെ ഇറങ്ങാനും കയറാനൊന്നും പ്രയാസമല്ലല്ലേ. അതുപോലെ തന്നെ AC ആയതുകൊണ്ട് ചൂടുമില്ല, നമുക്ക് ബോറടിച്ചില്ല. കുറച്ചൊക്കെ സമയം നമുക്ക് പോയാലും മറ്റേ നമ്മളെ ട്രെയിനിൻ്റെ പോലല്ലേ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഒരു സമയത്തൊന്നും തിരക്കുണ്ടായില്ല. പിന്നീട് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ തിരക്കുണ്ടായിരുന്നു, സീറ്റൊന്നും കിട്ടാത്തൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതുങ്ങൾക്കും സീറ്റ് ഉണ്ട്, നിൽക്കാനുള്ള ഒരു ഇതിലൊന്നും അധികമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ 4 ആളിതാ മെട്രോയിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളോരോ പൂതിയാണല്ലേ. ഇതേപോലെ എനിക്കൊന്ന് ഉംറ ചെയ്യാൻ പൂതി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് കരുതും എല്ലാവരും പാടെ ഉംറക്ക് ഒന്ന് പോകണതും അങ്ങനെയൊക്കെ കിനാവ് കാണുന്നറില്ലേ, അതേപോലെയാണ്. അപ്പം നമുക്കിപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കുക. ഇൻഷാ അല്ലാഹ് പടച്ചോൻ അതിനുള്ളൊരു സമയമാകുമ്പോൾ അതും നമുക്ക് സാധിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല കാഴ്ചകൾ, ഇത് പിന്നെ മറ്റേ ട്രെയിനിൻ്റെ പോലെ അല്ലെങ്കിലും നമുക്ക് ഗ്ലാസ് ആണെങ്കിലും നല്ല ഉഷാറായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാ ചാർജ് ചെയ്യാല്ലേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ് ചാർജിൽ വെച്ചിക്കണ്. എന്താ പറയുക, നമുക്ക് വീഡിയോസ് എടുക്കണം. ഞാൻ നെറ്റൊന്നും ഓൺ ചെയ്യാതെ വെച്ചിക്കട്ടെ, കാരണം നെറ്റ് ഓൺ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു കറണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ തിരിച്ചപ്പോഴാണ് പെരേക്ക് പോണത്, നമുക്ക് വിളിച്ചാലോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടല്ലേ എഴുതിയിട്ട് അങ്ങനെ നെറ്റൊന്നും ഓൺ ചെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക തൃപ്പൂണിത്തറ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. ആ ഒരു ചെയർ കണ്ടപ്പോൾ നല്ല ചൊറുക്ക് കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടേന് നല്ല ഇതിൽ. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മോൾട്ടിയായി എന്താ ലിഫ്റ്റിൽ പോകണ്ട, എസ്കലേറ്ററിൽ പോയാൽ മതിയാനായിട്ട് വന്നതാട്ടോ. വന്ന് നോക്കുമ്പോൾ ഇവിടെ ഈ താഴത്തേക്ക് എസ്കലേറ്റർ ഇല്ല, സാധാരണ സ്റ്റെപ്പാണ്. ഇങ്ങോട്ട് ഓളുകടിച്ചാണ്ട് ഒറ്റയ്ക്ക് മുന്നിൽ മണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല കയറുമ്പോഴാണല്ലോ അല്ലെങ്കിലും പ്രയാസം ഇറങ്ങുക, പിന്നെ അത്രയ്ക്ക് പ്രയാസമില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് തന്നെ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഓള് ലിഫ്റ്റ് കണ്ടിറങ്ങാണ്ട് മണ്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തിയപ്പോൾ ഇവിടെ നമ്മളെ കുറേ എന്താ പറയുക കലാരൂപങ്ങളുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല. അങ്ങനെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, അങ്ങനെ എന്താ തെയ്യം, അതിൻ്റെ ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്നുള്ളത്. അങ്ങനെ അല്ലാതെ വെച്ച് ഇതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മളതായിട്ടുള്ള കളികൾ സ്കൂളിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടിക്കണമെന്നല്ലാതെ നമുക്കറിയില്ല. പക്ഷെ ഒക്കെ നല്ല കാണാൻ നല്ല രസം കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചത് കണ്ടപ്പോൾ പിന്നെ നമ്മളെ ഒരു കേരളീയ കലാരൂപങ്ങളാണല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു ഇതും തോന്നുക. ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമുക്കൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കണ പോലെ തന്നെ തോന്നുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താട്ടോ, കാരണം നല്ലൊരു രസം കണ്ടപ്പോൾ. അപ്പോൾ കുറേ ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് അറിയണോല് ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടേ, നിങ്ങൾക്ക് അറിയാമോ നോക്കാമല്ലോ, ഇച്ചോ അറിയില്ല. അപ്പോൾ ലാസ്റ്റാണിത്. ഇതെന്താ കൂടിയാട്ടം, ഒരു രണ്ടാളും കൂടിയങ്ങാണ്ടല്ലേ ചെയ്യണം, അതേക്കാരല്ലേ കൂടിയാട്ടം. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഞാൻ പറഞ്ഞല്ലേ പേരുണ്ട്, ചിലതൊക്കെ മനസ്സിലുണ്ട്, ചിലതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് മെട്രോൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ഇതില്ലത്. നൃത്തരൂപങ്ങൾ അങ്ങനെ എന്തോ അവിടെ എഴുതി വെച്ചിരിക്കണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കയറിനോടുത്ത്. അപ്പോൾ ഞങ്ങൾ അത് കണ്ടുങ്ങാണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ തൃപ്പൂണിത്തറയ്ക്ക് പോണത്. ഓട്ടോറിക്ഷയ്ക്ക് അവിടുന്ന് മെട്രോൻ്റെ അവിടുന്ന് അങ്ങോട്ട് 70 ഉറുപ്പിക വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഗേറ്റ് തുറക്കണുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് എത്തി, കുറച്ചാൾ മുന്നിലുണ്ടായിരുന്നു. തിങ്കളാഴ്ച അവിടെ അവധിയാണ് കേട്ടോ. 120 ഉറുപ്പികയാണ് ഞങ്ങൾക്ക് 4 ആൾക്ക് ആയത്. കുറച്ചങ്ങോട്ട് കയറാണ്ട് കേട്ടോ. ഈ ഹിൽ പാലസ് കുറച്ച് വലിയ കൊട്ടാരമുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഈ ഒരു ഹിൽ പാലസിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.